തിരുവനന്തപുരം നെടുമ്പങ്ങാട് പനവൂരിൽ 1.5 വയസ്സുകാരൻ അർഷിദിനെ ക്രൂരമായ മർദ്ദനത്തിലൂടെ കൊലപ്പെടുത്തിയ കേസ് കേരള മനസാക്ഷിയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി കുട്ടി ഛർദ്ദിച്ചതാണെന്ന വ്യാജകഥയുമായി ആശുപത്രിയിലെത്തിയ പ്രതികളുടെ കള്ളം പൊളിച്ചത് ഡോക്ടർമാരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ 50-ലധികം പഴയതും പുതിയതുമായ കടുത്ത മുറിവുകളും ആന്തരിക രക്തസ്രാവവും കണ്ടെത്തിയതോടെയാണ് ഇതൊരു ക്രൂരമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കേസിലെ പ്രതികളായ അമ്മ അഖിലയെയും വളർത്തച്ഛൻ അഷ്കറയും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി സ്വന്തം വീട്ടിലെത്തിച്ചപ്പോൾ ജനരോഷം ആഞ്ഞടിച്ചു. കനത്ത പോലീസ് സുരക്ഷ ഭേദിച്ച് നാട്ടുകാർ പ്രതികളെ കയ്യേറ്റം ചെയ്യാൻ തുനിഞ്ഞത് വലിയ ക്രമസമാധാന പ്രശ്നത്തിന് കാരണമായി. ഈ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ പ്രതികളായ അഖിലയെയും അഷ്കറയും ഇന്ന് വീണ്ടും തെളിവെടുപ്പിന് കൊണ്ടുപോകില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനാൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പ്രതികളെ കോടതിയിൽ തിരികെ ഹാജരാക്കേണ്ടതുണ്ട്. പോലീസ് ചോദ്യം ചെയ്യലിൽ ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യാതൊരുവിധ കൂസലുമില്ലാതെയാണ് പ്രതികൾ പോലീസിന് മുൻപിൽ ഇരുന്നത്. കുട്ടി തങ്ങളുടെ ജീവിതത്തിന് തടസ്സമാണെന്ന് കരുതിയാണ് ക്രൂരത കാട്ടിയതെന്ന് വളർത്തച്ഛൻ അഷ്കർ സമ്മതിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നതിന് പോലും കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു. കുട്ടിയുടെ കാലിനടിയിൽ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചതായും ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു. കുഞ്ഞിന്റെ കൈയൊടിഞ്ഞിട്ടും ചികിത്സ നൽകാതെ 12 ദിവസത്തോളമാണ് പ്രതികൾ മുറിയിൽ പൂട്ടിയിട്ടത്. ഈ ക്രൂരതകൾക്കെല്ലാം അമ്മ അഖിലയുടെ മൗനസമ്മതവും ഒത്താശയും ഉണ്ടായിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ അഷ്കറിനെതിരെ കൊലക്കുറ്റം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, SC/ST അതിക്രമ നിരോധന നിയമം തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന് പ്രേരണ നൽകിയതിനും ഒത്താശ ചെയ്തതിനും അമ്മ അഖിലയ്ക്കെതിരെയും കർശന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതേസമയം പ്രതിയായ അഷ്കറിന്റെ ക്രൂരതകൾക്കെതിരെ സ്വന്തം കുടുംബം തന്നെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. അഷ്കർ കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് അഷ്കറിന്റെ അമ്മയും സഹോദരിയും പോലീസിന് മൊഴി നൽകി. ഇയാളുടെ മുൻ ഭാര്യയെയും മുൻപ് ക്രൂരമായി മർദ്ദിച്ച് കോമയിലാക്കിയ ചരിത്രമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കുട്ടിയെ തങ്ങൾക്ക് വിട്ടുതരാൻ ആവശ്യപ്പെട്ടിട്ടും അഖിലയോ അഷ്കറോ തയ്യാറായില്ലെന്ന് കുട്ടിയുടെ അമ്മൂമ്മയും അച്ഛന്റെ അച്ഛനും ആരോപിച്ചു. പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്.